പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ വീട് സ്ഥലം പള്ളുരുത്തി. എൻ്റെ പേര് ജോജി, സെൻറ്റ് ലോറൻസ് ഇടവക. ഞാൻ 2023 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ഞാനൊരു പെട്ടിക്കട നടത്തുകയാണ്. എൻ്റെ കടയിൽ കച്ചവടം വളരെ മോശമായി. ഇവിടെ നിന്ന് ഉടമ്പടിത്തിന് ശേഷം എൻ്റെ കച്ചവടം മെച്ചപ്പെടുകയും എനിക്ക് കച്ചവടം സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ എനിക്ക് പാർട്ട് ടൈമായിട്ട് ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എനിക്ക് ബാങ്കിൽ നിന്നും 7 ലക്ഷം രൂപ എനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. അത് അടക്കുവാനായിട്ട് എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. കാലാവധി കഴിഞ്ഞത് കാരണം ബാങ്കിൽ നിന്നും നോട്ടീസ് വരികയുണ്ടായി. ഇവിടെ ഉടമ്പെടുത്ത് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കത് അടക്കാൻ സാധിച്ചു. എനിക്ക് അടക്കാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. സ്ഥലം വിൽക്കുക മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്ഥലം വിൽക്കുവാൻ സാധിക്കില്ലായിരുന്നു. എടുക്കുന്നവർക്ക് അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. റോഡ് സൈഡിൽ നിന്ന് 3 മീറ്റർ വിടേണ്ടതുകൊണ്ട് സ്ഥലമെടുക്കുന്നവർക്ക് അവിടെ കെട്ടിടം പണിയാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ആരും സ്ഥലമെടുക്കില്ലായിരുന്നു. പിന്നെ വീട് മൊത്തം വിൽക്കുകയെന്ന് നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മാതാവിൻ്റെ കൃപയാൽ വീടിൻ്റെ പുറകു വശത്തുള്ള വീട്ടുകാർ വന്ന് അവർക്ക് വഴി വേണമെന്ന് പറയും. അവർ സ്ഥലം ഒരു 3/4 സെൻറ്റോളം എടുക്കുകയും അതിൻ്റെ പണം കൊണ്ട് എനിക്ക് ബാങ്കിൽ കടം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു. ബാക്കിയുള്ള തുക കൊണ്ട് എൻ്റെ മകളുടെ വിവാഹം നടത്താൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാവരും സഹായിച്ചതിൻ്റെ ഫലമായി മകളുടെ വിവാഹം എനിക്ക് വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പ്രേക്ഷിത വേല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പത്രം കൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കുകയും ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ വൃദ്ധസദനത്തിൽ പോയി അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അവിടെ സാമ്പത്തിക സഹായം ചെയ്തു. കൂടാതെ എൻ്റെ മക്കളെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. 2 നിർധനരായ കുട്ടികൾക്ക് ഫീസില്ലാതെ ട്യൂഷൻ എടുക്കുകയും ചെയ്തു. എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യുന്നുണ്ട്. അതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിലും ഭംഗിയായിട്ട് നടത്തി തന്നതിനും എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 125 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. ദൈവം നമ്മെ എപ്പോഴും വലയം ചെയ്ത് നമുക്ക് വേണ്ടി എപ്പോഴും പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നമ്മുടെ ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം വളരെ സന്തോഷവാനും വളരെ തത്പരനുമാണെന്നാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റു പറയുന്നത്. ഇവിടെ ജോജിയും കുടുംബവും ഇവിടെ ഇന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെയാണ് ഈ സാക്ഷ്യമെന്ന് നമ്മോട് പറയുന്നത്. ഉടമ്പടിയിലായിരുന്നപ്പോൾ അദ്ദേഹം 5 കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടിയുള്ള അങ്ങനെ 6 കാര്യങ്ങൾ അദ്ദേഹം എഴുതി വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 കാര്യങ്ങളും സാധിച്ചു എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മോട് ഏറ്റു പറയുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ജീവിതകാലം മുഴുവൻ ഈ അമ്മയെ മറക്കാതെ ഈശോയെ എപ്പോഴും സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഈശോയെ സ്നേഹിച്ചിരിക്കുവാനുള്ള വലിയ ഒരു വിശ്വാസവും വിശ്വസ്തതയുമുള്ള ഒരു വലിയ വാഗ്ദാനവുമായിട്ടാണ് ഇന്നീ കുടുംബം ഇവിടെ നിന്നിറങ്ങുന്നത്. ഇവരുടെ തലമുറകളോളം ദൈവം ഇവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഇവരെ നെഞ്ചിലേറ്റു വാങ്ങിയിട്ടാണ് ഇവിടെ നിന്നിറങ്ങുന്നത്. നമ്മളുടെ എല്ലാ ജീവിത ആശങ്കകളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും ദുരന്തങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുമ്പോൾ ഭാരം ലഘൂകരിക്കുന്ന സമയം ലഘൂകരിക്കുന്ന അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.